പാരത്രികമായി നേട്ടം കിട്ടുന്ന വലിയൊരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ മഹാന്മാരായ സജ്ജനങ്ങളെ പറയുക എന്നുള്ളത്. അവരുടെ മദ്ഹ് പറയലും അവരുടെ പേരിൽ ഒരുമിച്ചുകൂടലും അവരെ പഠിക്കാൻ അവസരമുണ്ടാക്കലൊക്കെ അത്തരം മജ്‌ലിസുകളിൽ സംഗമിക്കുക എന്നുള്ളത് തന്നെ വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളും പാരത്രികമായ നേട്ടങ്ങളും ഉണ്ട് എന്നതിൽ ഒരു സംശയമില്ല. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ആ ഖുർആനിൻ്റെ 80% ചരിത്രങ്ങളാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി നോക്കുമ്പോൾ അതിൻ്റെ 80% അതല്ലെങ്കിൽ 90% ഖുർആനിൻ്റെ സിംഹഭാഗവും അള്ളാഹു മാറ്റിവെച്ചിട്ടുള്ളത് പല 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 ചരിത്രങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നാം നിസ്കരിക്കുന്നുണ്ട്, വുളൂ ചെയ്യുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് ചെയ്യുന്നുണ്ട്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത്, ഇങ്ങനെ തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ, ആ ഹുക്കുമുകൾ നമ്മെ പഠിപ്പിച്ചു തരാൻ വേണ്ടി 6000-ൽ ചുല്ലാനം വരുന്ന ആയത്തുകൾ പരതി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ പഠിപ്പിക്കാൻ, നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ, നോമ്പ് പിടിക്കണമെന്ന് പറയാൻ, വുളൂഇനെ കുറിച്ച് പഠിപ്പിക്കാൻ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, അസാൻമാർഗിക പ്രവർത്തനങ്ങളുമായി ഒരു മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസി ബന്ധപ്പെടരുത് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി 6600-ൽ പരം ആയത്തുകൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഹുക്കുമുകൾ പറയാൻ വേണ്ടി കേവലം 150 ആയത്തുകൾ മാത്രമാണ് അല്ലാഹു തആല ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുകയാണ്. കേവലം 150 ആയത്തുകൾ മാത്രം വുളൂഇനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒറ്റ ആയത്ത് മാത്രമാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാൻ കഴിയുക. സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ വചനമെടുത്ത് പരിശോധിച്ചാൽ വുളൂഇനെ കുറിച്ച് പറയുന്നുണ്ട്. വുളൂഇന്റെ മഹത്വം എത്രയാണ്! ആ വുളൂഇനെ പരിചയപ്പെടുത്താൻ ഒരേ ഒരു ആയത്തെന്ന് പറയുമ്പോൾ ഇതുപോലെ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും മറ്റുള്ള ഇബാദത്തുകളെക്കുറിച്ചും വേണ്ടാത്തരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുള്ളത് കേവലം 150 ആയത്തുകളാണ്, അല്ല 200 ആയത്തുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയല്ല, 500 ആയത്തുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാൻ ഖുർആൻ നോക്കിയാൽ മനസ്സിലാകുന്ന മുജ്തഹിദുകളാകുന്ന ഇമാമുകൾക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റും 500 ആയത്തുകളിൽ നിന്ന് വരെ എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ഏതായിരുന്നാലും നേർക്കുനേർ ഹുക്കുമുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേവലം 150 അല്ലെങ്കിൽ 200 ആയത്തുകളിൽ നിന്ന് മാത്രമാണ്. ബാക്കിയുള്ള കുറഞ്ഞ ഭാഗം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഉപമകൾ പഠിപ്പിക്കുകയാണ്, ഉദാഹരണങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ. അല്ലാഹു പറയാണ്, അല്ലാഹു നൽകിയതിൽ നിന്ന് 1 രൂപ ചെലവഴിച്ചാൽ, ഈ മഹത്തായ ഈ സദസ്സിന് വേണ്ടി ഇതിലേക്ക് 1 രൂപ ഞാനോ നിങ്ങളോ നൽകിയാൽ, അതല്ലെങ്കിൽ പരിശുദ്ധമായ മൗലദവീലയിലേക്ക്, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക്, പള്ളി നിർമ്മാണത്തിലേക്ക്, അതിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക്, അവിടുത്തെ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ ഈ തൊട്ടടുത്ത് കാണുന്ന പള്ളി, അതല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നല്ല പ്രവർത്തനത്തിന് വേണ്ടി 1 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഉദാഹരണങ്ങൾ പല രീതിയിലും പറഞ്ഞത് കാണാൻ കഴിയും. കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യം പോലെയാണ്. അല്ലാഹു പറയാണ്, അംബതത് സബ്അ സനാബില. അല്ലാഹു തആല പറയാണ്, ഒരൊറ്റ ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ മുളച്ചു. നമ്മൾ മനസ്സിലാക്കണം, 1 രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന മഹത്വം എത്രയാണ്! ദാനധർമ്മം ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞൊരു അമലാണ് സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ദാനധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ വെള്ളിയാഴ്ചകളിൽ നമുക്കറിയാം, ഏത് വിഷയം വന്നാലും
നാം സ്വതക്ക നൽകിയിട്ട്, പള്ളിയിലേക്ക് നൽകിയിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് നൽകിയിട്ട്, നേർച്ചയാക്കിയിട്ട് ദുആരപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടാനുള്ള കാരണം അല്ലാഹു തആല എടുത്തു പറഞ്ഞ വലിയ മഹത്വമുള്ള ഒരു അമലാണ് ദാനധർമ്മം എന്നുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ കുറഞ്ഞ ഭാഗം ഹുക്മുകൾ പരിചയപ്പെടുത്തുമ്പോ മറ്റു കുറഞ്ഞ ഭാഗം അല്ലാഹു തആല ഉപമകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ, ക്യാച്ച് ചെയ്യാൻ, നമ്മുടെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറയാൻ, ഒരു രൂപ നൽകിയാൽ ഒരു കതിര്, ഒരു ധാന്യം പോലെയാണ്. ആ ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. ഓരോ കതിരുകളിലും ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഓരോ കതിരുകളിലും 100 ധാന്യങ്ങൾ ഉണ്ടായി. ഇപ്പൊ എത്രയായി? 1 രൂപയിൽ നിന്ന് 700 രൂപ. അല്ലാഹു തആല നിർത്തിയില്ല. കുറഞ്ഞത് ദാനധർമ്മത്തിനുള്ള മഹത്വം 700 ഇരട്ടി പ്രതിഫലമാണെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ട് ശേഷം പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഓരോരുത്തരുടെയും ആത്മാർത്ഥതയനുസരിച്ച്, ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു തആല 700 അല്ല, 7000 അല്ല, 70,000 അല്ല, 7 ലക്ഷമല്ല, 7 കോടിയല്ല, കണക്കില്ലാത്തത് അല്ലാഹു നൽകും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഖുർആനിന്റെ കുറഞ്ഞ ഭാഗം ഹുക്മുകൾ പഠിപ്പിക്കുന്നു. കേവലം നേർക്കുനേർ 100 150 ആയത്തുകൾ പഠിപ്പിക്കുമ്പോ കുറഞ്ഞ ഭാഗത്ത് അല്ലാഹു തആല ഉപമകളും ഉദാഹരണങ്ങളും ഈ രൂപത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ബാക്കിയുള്ള 80% അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുള്ളത് ചരിത്രങ്ങൾ പഠിപ്പിക്കാനാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോ 25ഓളം വരുന്ന നബിമാരുടെ പേരുകൾ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിൽ 22 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല സവിസ്തരം പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വദ്കുർ ഇബ്രാഹിം, ഇങ്ങനെ തുടങ്ങി ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും മുൻകഴിഞ്ഞു പോയ 22 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. പല ജീവികളുടെ ചരിത്രങ്ങളും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ നമുക്കറിയാം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ നമുക്കറിയാം. പരിശുദ്ധ കഅബാലയം പൊളിക്കാൻ വേണ്ടി കടന്നു വന്ന ആനപ്പട, ഒരു ആനയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഹിമാറിനെ കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായയെ കുറിച്ച്, സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് ഉറുമ്പിനെ കുറിച്ച്, സുലൈമാൻ നബിയുടെ എഞ്ചിനീയറായിരുന്ന ഹുദ്ഹുദ് എന്ന് പറയുന്ന മരം കൊത്തിയെ കുറിച്ച്, ഹുദ്ഹുദ് പക്ഷിയെ കുറിച്ച്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ളത് എവിടെയാണെന്ന് അറിയിച്ചു കൊടുക്കുന്നത് ആരായിരുന്നു? ഹുദ്ഹുദ് ആയിരുന്നു എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി യൂനുസ് നബിയുടെ ഹൂത്തിനെ കുറിച്ച്, യൂസുഫ് നബിയുമായി ഒരു ചെന്നായയുടെ ചരിത്രം പറയുന്നുണ്ട്. ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട് ആടിന്റെ ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ആദം നബിയുടെ 2 മക്കൾ കാബീലും ഹാബീലുമായി ബന്ധപ്പെട്ട് ഒരു കാക്കയുടെ ചരിത്രം പറയുന്നുണ്ട്. ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പശുവിന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോ അതിന്റെ 80% ചരിത്രങ്ങളാണ്. സൂറത്ത് ഹൂദ് എടുത്ത് മറിച്ചു നോക്കിയാൽ അതിൽ 7ഓളം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു തആല സവിസ്തരം പ്രതിപാദിച്ചതിന് ശേഷം പറഞ്ഞു, വകുല്ലൻ നഖുസ്സു മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അമ്പിയാക്കളുടെ ചരിത്രം പഠിപ്പിച്ചത്? പല പല ചരിത്രങ്ങളും, മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചരിത്രം അല്ലാഹു തആല എന്തിനു വേണ്ടിയാ പഠിപ്പിച്ചത്? ധിക്കാരികളുടെ ചരിത്രം, ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും നമ്രൂദിന്റെയും അബൂലഹബിന്റെയും എല്ലാം ചരിത്രം അല്ലാഹു തആല എന്തിനു വേണ്ടിയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന സമൂഹത്തിന് പഠിപ്പിച്ചു നൽകിയത്? മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം എന്തിനു വേണ്ടിയാ പഠിപ്പിച്ചത്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് അതിന് മറുപടി എന്നോണം പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, നബിയേ, അങ്ങക്ക്
മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം ഞാൻ പഠിപ്പിച്ചു തന്നത് പരീക്ഷണങ്ങൾ വരുമ്പോ പതറാതിരിക്കാൻ വേണ്ടിയാണ്. ദാരിദ്ര്യം വരുമ്പോ, പട്ടിണി വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, സമൂഹത്തിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുമ്പോ, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ അവൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അതിൽ പാഠമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ അംബിയാഇന്റെ, ഔലിയാഇന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോ ഈമാനിക കരുത്തു വർദ്ധിക്കും. മഹാന്മാരായ സ്വഹാബത്ത്, ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരീക്ഷണം താങ്ങാൻ കഴിയാതെ, ശത്രുക്കളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ അവര് ചോദിക്കുന്നുണ്ട്, മത്താ നസ്റുല്ലാഹ്, മുത്തുനബിയെ, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ വരിക, ഒന്ന് ദുആരക്ക് നബിയെ എന്ന് പറയുമ്പോ സ്വഹാബത്തിന് നബി തങ്ങൾ സമാശ്വസിപ്പിച്ചത് മുൻകഴിഞ്ഞു പോയ അംബിയാഇന്റെ ചരിത്രങ്ങൾ, അവര് നേരിട്ട പരീക്ഷണങ്ങൾ, അവര് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ കഥ പറഞ്ഞിട്ടായിരുന്നു. എന്തിനാണ് അംബിയാക്കളുടെ ചരിത്രം, ഔലിയാക്കളുടെ ചരിത്രം? അത് നമുക്ക് ഈമാനിക കരുത്തു വർദ്ധിക്കാൻ വേണ്ടിയാണ്. ചരിത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഓതി വെച്ച വചനം പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് യൂസുഫിന്റെ 111-ാമത്തെ വചനം, അഹ്സനൽ ഖസസ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, ഏറ്റവും നല്ല ചരിത്രം എന്ന് പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിച്ച സൂറത്ത് യൂസുഫിന്റെ 111-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറഞ്ഞു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഇങ്ങനെ അല്ലാഹു തആല മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ, മഹത്തുക്കളുടെ, അംബിയാഇന്റെ ചരിത്രം പഠിപ്പിച്ചതിൽ ബുദ്ധിയുള്ളവർക്ക് ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അല്ലാഹ് അങ്ങനെയാണ് പറഞ്ഞത്. ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, ഈമാനുള്ളവർക്കെന്ന് പറഞ്ഞില്ല, വിശ്വാസമുള്ളവർക്ക് എന്നല്ല പറഞ്ഞില്ല. നേരെ മറിച്ച് ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്, വിവേകമുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതിൽ ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. ചരിത്രത്തിന്റെ വലിയ സ്വാധീനമുണ്ട്. ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ, അവനെ നല്ല വഴിയിൽ ചലിപ്പിക്കാൻ, തിന്മകളിൽ നിന്ന് അകറ്റി നല്ല വഴിയിലേക്ക് സഞ്ചരിപ്പിക്കാൻ ചരിത്രങ്ങൾക്ക് കഴിയും. മുഫസ്സിറുകൾ അടിയിൽ രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തിന്റെ ചുവട് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ, അവരുടെ മനുഷ്യന്റെ ഹൃദയങ്ങളെ നന്നാക്കിയെടുക്കാൻ ചരിത്രത്തിന് വലിയ സ്വാധീനമുണ്ട്. വൽ അഅമാലി വൽ അഖ്ലാഖി, അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ ചരിത്രങ്ങൾ കേട്ടുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും. ഇല്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാകും. വൈഹദാത്തിൽ ഈമാനി വസിയാദതിഹി, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ് സ്വഹാബത്തിന്റെ ചരിത്രം, മമ്പുറത്ത് തങ്ങളുടെ ചരിത്രം, അവരുടെ ചരിത്രം, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമ് പറഞ്ഞല്ലോ, അവർ ഈ ഉമ്മത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. ഞാൻ എവിടെയാണ്, നമ്മളൊക്കെ എവിടെയാണ്, അവർ ജീവിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് താരതമ്യപ്പെടുത്താനും തുലനം ചെയ്യാനും അവരുടെ വഴിയിലേക്ക് മാറി സഞ്ചരിക്കാനും നല്ല വഴിയിൽ സഞ്ചരിക്കാനും തോന്നുന്നത് ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ്. മഹാന്മാർ അതുകൊണ്ടാണ് വിശദീകരിച്ചത്, സ്വഭാവം നന്നാക്കാൻ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ ചരിത്രം പഠിക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ സിംഹഭാഗവും ചരിത്രത്തിന് വേണ്ടി മാറ്റിവെച്ചത് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ പേരിൽ, മഹബത്തിന്റെ പേരിൽ കെട്ടപ്പെട്ട ഈ മജ്ലിസിൽ അവിടത്തെ പറയുന്ന, അവിടത്തെ സ്മരിച്ച, അവിടത്തെ ഓർത്ത പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. മറക്കേണ്ടവരല്ല നമ്മൾ, പലതും ഓർക്കണം. അംബിയായിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് വേണം. ഔലിയായിനെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ചുള്ള സ്മരണ വേണം. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നവരാകണം. ഖബറിനെ കുറിച്ച് ഓർക്കുന്നവരാകണം. ഇതൊക്കെ ഹദീസിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, സജ്ജനങ്ങളെ പ്രിയം വെക്കലും സ്നേഹിക്കലും അവരുടെ മദ്ഹ് പറയലും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ എന്നല്ല ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയുന്ന വലിയ അമലാണ്. അള്ളാഹു അത്തരത്തിലുള്ള നല്ലൊരു സംഗമമായി, അമലായി ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ.
എന്ന് ആശംസിച്ചുകൊണ്ട് വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.